അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഒരു വട്ടം പാടി, അത് വലിയ വിവാദമായി, പ്രതിഷേധങ്ങൾക്കിടയാക്കി, കോടതി കയറി, കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു, അലോഷി ഒന്നാം പ്രതിയായി, ആസ്വാദകർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പാടിയത്, എനിക്ക് പാടേണ്ട കാര്യമില്ലെന്നറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPM ഭരണസമിതി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രത്തിൽ വന്ന് ലാൽ സലാം പാടുകയാണ്. അതായത് മനഃപൂർവ്വം അലോഷി അലോഹ്യമുണ്ടാക്കുന്നു അല്ലേ? അപക്വമായ ചിന്തയുടെ ഉടമസ്ഥന്മാർ കാണിക്കുന്ന ഒരുതരം പേക്കൂത്ത് എന്ന് വളരെ ലഘുവായി അതിനെ നിർവചിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തോ ഒരു അത്ഭുത കാര്യമാണെന്നും ഇതുവഴി രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിക്കളയാമെന്നും ചിന്തിക്കുന്ന ഒരു വിവേകശൂന്യമായ ചിന്താധാരയുള്ള ചില ആളുകളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഉദിച്ചു വന്നിട്ടുള്ള ഒരു ചെറിയ കാര്യമായിട്ടാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂമികയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട്. ആ വളർച്ച ഇതുപോലെ ക്ഷേത്രാങ്കണത്തിൽ ഒരു പാർട്ടി ഗാനങ്ങൾ പാടിയത് കൊണ്ടല്ല എന്നും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ തൊട്ടുരുകി രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണെന്ന് തലമുതിർന്ന നേതാക്കളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഞങ്ങളിങ്ങനെ പാട്ടുപാടിയാൽ ആ പാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുള്ളുന്നവരൊക്കെ ഇടതുപക്ഷക്കാരാകുമെന്ന മൗഢ്യത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം അപക്വമായ തീരുമാനങ്ങൾക്ക് വശംവദരാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കേൾക്കുന്നൊരു പഴമൊഴിയുണ്ടല്ലോ, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്ന ആ വേർതിരിവിനെ അംഗീകരിക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ കാണിക്കുന്ന ഒരു തരം പേക്കൂത്ത് എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം. എന്തോ ചില വലിയ കാര്യങ്ങൾ, എന്തോ ചില വസ്തുതകൾ, ക്ഷേത്രാങ്കണത്തിൽ ഉയർത്തപ്പെടുന്ന ക്ഷേത്ര പതാകകൾ, കൊടികൾ, എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള നോമൻക്ലേച്ചർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ ചിത്രം വെച്ച പതാകകൾ അല്ലെങ്കിൽ കൊടികളോ ഉയർത്തിയാൽ ആ സമൂഹം ഒന്നാകെ അതിലേക്ക് മാറപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു തെറ്റായ ചിന്തയാണ്. ആ ചിന്ത ഉണ്ടാക്കിയെടുക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും വളരെ മാന്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും രീതിയും അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങിപ്പോൾ പറയുന്നതൊക്കെ തിരുത്തൽ ശക്തിയായി തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. കാരണം അങ്ങ് പൂർണ്ണമായും ഒരു ഇടത് മനസ്സുള്ള ആളല്ല എന്ന് അറിയാം. പക്ഷേ LDF-ലാണല്ലോ അങ്ങ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങയിൽ നിന്ന് എന്തെങ്കിലും അനുകൂലമായി ഇടതിന് അനുകൂലമായതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതൊരു പേക്കൂത്താണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ഇങ്ങനെയല്ല, പാർട്ടിക്കല്ലെങ്കിലും ഇവിടെ അടിവേരുണ്ടായിരുന്നു, അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല എന്നങ്ങ് കൃത്യമായി പറയുന്നുണ്ട്.